അപ്പോഴാണ് ലിവിംഗ് റൂമിൽ കനത്ത കാലൊച്ചകൾ കേട്ടത്. അനന്യ ഭയത്തോടെ മുഖമുയർത്തി. ആദിത്യൻ. അവൻ്റെ മുഖത്ത് അവളെ കണ്ടപ്പോൾ അവനും ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഭാവഭേദവുമില്ലാതെ കയ്യിലിരുന്ന ഭക്ഷണപ്പൊതി മേശപ്പുറത്തേക്ക് വെച്ചിട്ട് അവൻ എതിർവശത്തെ ലെതർ സോഫയിലേക്ക് ചാരിയിരുന്നു. അനന്യയുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. അവൻ്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു അവളുടെ ശ്വാസം വിലക്കാൻ. അവൾ വേഗം അവിടെ നിന്ന് മാറാൻ തുനിഞ്ഞു. ആദിത്യൻ പറഞ്ഞു, ഇതുമെടുത്ത് നിന്റെ മുറിയിൽ പോയി ഇരുന്ന് കഴിക്ക്. എൻ്റെ കൺമുന്നിൽ കിടന്ന് വിശന്ന് ചാവരുത് നീ. ഒരു നിമിഷം ഒരു ചാട്ടുളി വന്ന് തറച്ചതുപോലെ അവൾ തരിച്ചു നിന്നു. ഒന്നും മിണ്ടാതെ വിറക്കുന്ന കൈകളോടെ ആ ഭക്ഷണപ്പൊതിയുമെടുത്ത് അവൾ തൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. വാതിലടച്ചതും അവളുടെ ഉള്ളിൽ നിന്ന് ഒരു വലിയ ദീർഘശ്വാസം പുറത്തേക്ക് വന്നു. എൻ്റെ ദേവി, എങ്ങനെയൊക്കെയോ ഒരു നേരം കഴിക്കാനുള്ളത് കിട്ടി. അവൾ സ്വയം മന്ത്രിച്ചു. പക്ഷെ വിശപ്പിനേക്കാൾ കൂടുതൽ അവളുടെ നെഞ്ചു പൊള്ളിച്ചത് അവൻ്റെ പെരുമാറ്റമാണ്. അല്പസമയം മുമ്പ് ഒരു തെറ്റും ചെയ്യാതെ തന്നോട് എത്ര ക്രൂരമായാണ് അവൻ സംസാരിച്ചത്. എന്നിട്ടിപ്പോൾ മുകളിൽ നിന്ന് ദാനം തരുന്നത് പോലെ ഒരു പൊതി ഭക്ഷണവും തന്നു. എങ്ങനെയെങ്കിലും ജീവൻ നിലനിർത്താനമല്ലോ മനസ്സിൽ കരുതി അവൾ ആ പൊതി അയച്ചു. അവൾ അത് മണത്തു നോക്കി. വെളുത്ത മട്ടച്ചോറ്, സാമ്പാർ, നല്ല കുരുമുളകിട്ട രസം, പുളിശ്ശേരി, കായ വറുത്തത്, ഒടുവിൽ മധുരം തുളുമ്പുന്ന പരിപ്പ് പായസവും. അറിയാതെ അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കല്യാണത്തിന് ശേഷം ഇതുവരെയായിട്ട് അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തുള്ളി കണ്ണീരോടവൾ ചോറുകൾ വായിലേക്ക് വെച്ചു. ഭക്ഷണം കഴിഞ്ഞ ശേഷം ഇലയും അവശിഷ്ടങ്ങളും കൃത്യമായി കവറിലാക്കി ഡസ്റ്റ്ബിനിൽ നിക്ഷേപിച്ചു. തൊണ്ട വരണ്ടുന്നതുപോലെ തോന്നിയതുകൊണ്ട് വെള്ളം കുടിക്കാനായി അവൾ ഫ്രിഡ്ജ് തുറന്നു. പെട്ടെന്നാണ് അവൾ അത് ശ്രദ്ധിച്ചത്. അവിടെ നിരത്തി വെച്ചിരുന്ന ബിയർ കുപ്പികളിൽ ഒരെണ്ണം കുറവാണ്. ഒരു കുപ്പി എവിടെ പോയി? ആശയക്കുഴപ്പത്തോടെ വെള്ളക്കുപ്പിയുമായി ഹാളിലേക്ക് വന്ന അനന്യ ആ കാഴ്ച കണ്ട് തരിച്ചു നിന്നുപോയി. സോഫയിൽ കാൽമേൽ കാൽ വെച്ചിരുന്ന ആദിത്യൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബിയർ കുപ്പി പകുതിയോളം തീർന്നിരിക്കുന്നു. അവൾ നോക്കുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു വക്രബുദ്ധി പരിഹാസച്ചിരി വിരിഞ്ഞു. എന്താടോ നോക്കി പേടിപ്പിക്കുന്നേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നിനക്ക്? അനന്യ മിണ്ടാതെ തല താഴ്ത്തി. അത് അവൻ്റെ ഉള്ളിൽ അഹങ്കാരത്തെ കൂടുതൽ ജ്വലിപ്പിച്ചു. നോക്കനന്യ, ഇതെൻ്റെ വീടാ. എൻ്റെ അധ്വാനത്തിൻ്റെ പണം കൊണ്ട് വാങ്ങിയ സാധനങ്ങളാണിത്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ കുടിക്കും, തോന്നുമ്പോൾ ഞാൻ വലിക്കും. അതിനെ ചോദ്യം നീ ആരാണടോ? അവൻ ബാക്കി വന്ന ബിയർ ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ചോദിച്ചു. ഇത് ബിയർ മാത്രമല്ല, ഇനി പലതരം മദ്യങ്ങളും ഈ മേശപ്പുറത്ത് വരും. എൻ്റെ കൂട്ടുകാരും വരും. ഇവിടെ പാർട്ടി നടക്കും. നീ അത് കണ്ട് കണ്ണും പൂട്ടി നിൻ്റെ മുറിയിലിരിക്കണം, കേട്ടല്ലോ? അനന്യക്ക് സഹിക്കാനായില്ല. അവൾ മുഖം ചൊളിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും എനിക്കൊട്ടും ഇഷ്ടമല്ല. അത് കേട്ടതും ആദിത്യൻ അട്ടഹസിച്ച് ചിരിച്ചു. ആ ചിരിൽ പുച്ഛം മാത്രമായിരുന്നു. നിന്നെക്കൊണ്ട് സഹിപ്പിക്കാനോ നിന്നെ സന്തോഷിപ്പിക്കാനോ അല്ല ഞാനിത് ചെയ്യുന്നത്. നിന്റെ ഈ ഉപദേശമൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല. നീയൊരു തടവുകാരിയെപ്പോലെ ഈ വീട്ടിൽ കിടന്നാൽ മതി. അവൻ്റെ ശബ്ദത്തിൽ മൂർച്ച കൂടി വന്നു. നീൻ്റെയൊക്കെ നിലവാരത്തിലുള്ള പെണ്ണുങ്ങളെ എനിക്ക് നന്നായി അറിയാം. കാശിനും പത്രാസിനും വേണ്ടി ആരുടെയെങ്കിലും കഴുത്തിൽ തൂങ്ങാൻ മടിയില്ലാത്തവർ. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. നിനക്ക് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോകാം. വാതിൽ തുറന്നു തന്നെ കിടക്കുന്നുണ്ട്. അനന്യ ആകെ തകർന്നു പോയി. അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ വിരൽ ഞൊടിച്ചത്. ഇരിക്കിവിടെ, അവൻ കൽപ്പിച്ചു. വേണ്ട, ഞാൻ നിന്നോളാം. അവളുടെ മറുപടി തീരുന്നത് മുമ്പ് തന്നെ അവൻ ഗ്ലാസ്സിലുണ്ടായിരുന്നത് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. എന്നിട്ട് ഗ്ലാസ് മേശപ്പുറത്തേക്ക് ശക്തമായി അടിച്ചു വെച്ചു. ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. എൻ്റെ വാക്കിന് മറുവാക്ക് പറയാൻ മാത്രം നീ വളർന്നിട്ടില്ല, മനസ്സിലായോടി? അവൻ്റെ ശബ്ദത്തിൽ ആജ്ഞശക്തിക്ക് മുന്നിൽ അവൾ തളർന്നു പോയി. അവൾ പതുക്കെ സോഫയുടെ അറ്റത്തേക്കിരുന്നു. ആദിത്യൻ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് ക്രൂരമായി നോക്കിയ ശേഷം പറഞ്ഞു. ഈ നശിച്ച കല്യാണം, കുടുംബം, കുട്ടികൾ, ഇതിലൊന്നും എനിക്ക് ലവലേശം താല്പര്യമില്ല. നിന്റെ ദാരിദ്ര്യമായ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് തോന്നുന്നത്. നിന്റെ പ്രായം എന്താണ്? എൻ്റെ സ്റ്റാറ്റസ് എന്താണ്? നമ്മൾ തമ്മിൽ വല്ല പൊരുത്തവുമുണ്ടോ? എൻ്റെ കൂട്ടുകാരുടെ മുന്നിൽ നിന്നെപ്പോലൊരുത്തിയ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ എനിക്ക് തന്നെ നാണക്കേടാണ്. അവൻ്റെ ഓരോ വാക്കുകളും കൂർത്ത ഈർച്ചവാളുകൾ പോലെ അവളുടെ ഹൃദയത്തെ അറുത്തു മാറ്റിക്കൊണ്ടേയിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും കൂടി എൻ്റെ തലയിൽ കെട്ടിവെച്ച ശാപമാണ് നീ. അവൻ മേശപ്പുറത്തിരുന്ന ഫയൽ അവൾക്ക് നേരെ എറിഞ്ഞു. ഇത് ഡിവോഴ്സ് പേപ്പറാ. ഇതിലൊപ്പിട്ട് തന്നിട്ട് നിൻ്റെ വഴിക്ക് പോയിക്കോ. നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മാത്രം മതി.
അനന്യയുടെ കണ്ണുകൾ വികസിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ അവൻ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു. നെഞ്ചുപൊട്ടി കരയാൻ തോന്നിയെങ്കിലും അവൾ കണ്ണീരടുക്കി പതുക്കെ പറഞ്ഞു, എനിക്ക് ഇതിൽ ഒപ്പിട്ട് തരാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആദിത്യൻ്റെ കണ്ണുകൾ തീപ്പാറി. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ സമൂഹം എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഭർത്താവ് ഉപേക്ഷിച്ചവളെന്ന് പറഞ്ഞ് ഈ ലോകം മുഴുവൻ എൻ്റെ നേരെ വിരൽ ചൂണ്ടും. എൻ്റെ അച്ഛനും അമ്മയും ആ അപമാനം താങ്ങില്ല. അവളുടെ കവളിലൂടെ ഒരു കണ്ണീർ തുള്ളി ഒഴുകിയിറങ്ങി. നിങ്ങൾക്കെന്നെ ഭാര്യയെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ വീടിൻ്റെ ഒരു മൂലയിൽ എനിക്ക് കഴിയാൻ അനുവാദം തരണം. നിങ്ങളുടെ തണലെങ്കിലും എനിക്ക് വേണം. ആദിത്യൻ അവളെ തുറച്ചു നോക്കി. പിന്നീട് ഭ്രാന്തമായി ഒന്ന് ചിരിച്ചു. ഓഹോ, അപ്പോൾ വാശിയും അടവും കുറച്ച് കൂടുതലാണ് നിനക്ക്. എൻ്റെ പണം കണ്ട് തന്നെയാണ് നീ ഇവിടെ കടിച്ചു നോക്കാൻ നോക്കുന്നത്. ശരി, നിന്റെ അടവുകളൊക്കെ ഞാൻ എടുത്ത് മാറ്റിക്കോളാം. അപ്പോൾ നീ പോകില്ല അല്ലേ? ഇല്ല, ഞാൻ എങ്ങോട്ടും പോകില്ല, അനന്യ ഉറപ്പിച്ചു പറഞ്ഞു. ശരി, എങ്കിലും അനുഭവിച്ചോ. അവൻ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ അനന്യ ഉണർന്നത് ഹാളിൽ വന്നപ്പോൾ വീടാകെ മാറി മറിഞ്ഞിരുന്നു. അടുക്കള നിറയെ പുതിയ വില കൂടിയ പാത്രങ്ങളും പലചരക്ക് സാധനങ്ങളും പഴങ്ങളും പച്ചക്കറികളും എല്ലാം അവിടെ നിരത്തി വച്ചിരിക്കുന്നു. അത്ഭുതത്തോടെ അനന്യ ഹാളിലേക്ക് നടന്നു. ലാപ്ടോപ്പിൽ ഗൗരവത്തോടെ ജോലി ചെയ്യുകയായിരുന്നു ആദിത്യൻ്റെ അടുത്തെത്തി അവൾ ചോദിച്ചു, ഇതൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളാണോ? കണ്ണുപോലും ഉയർത്താതെ അവൾ അവനോട് ചോദിച്ചു. നീ ഇവിടെ നിന്ന് പോകില്ലെന്ന് ഉറപ്പിച്ചതല്ലേ? അപ്പോൾ പിന്നെ ദിവസം ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാൻ എനിക്ക് സൗകര്യമില്ല. അനന്യയുടെ മനസ്സിൽ ചെറിയൊരു ആശ്വാസം തോന്നിയ നിമിഷം അവൻ കസേരയിൽ ചാരിയിരുന്ന് അവളെ നോക്കി അടുത്തു വന്നുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ഓർത്തു വെച്ചോ, ഈ വീട്ടിൽ നീ വെറുമൊരു ശമ്പളമില്ലാത്ത വേലക്കാരി മാത്രമായിരിക്കും. ഞാൻ തരുന്ന ആഹാരത്തിന് പകരമായി നീ ഈ വീട് വൃത്തിയാക്കണം, എനിക്ക് വെച്ചുണ്ടാക്കണം. അതല്ലാതെ ഭർത്താവിൻ്റെ സ്നേഹം താല്പര്യവും പ്രതീക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വരരുത് നീ. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ അവസാന ആണിയും അടിച്ചു കയറ്റി. എൻ്റെ മോളെ ഒന്നും പറഞ്ഞില്ല, എല്ലാം എൻ്റെ വിധി എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ വിളി വന്നത്. ഏയ് നിൽക്ക്. ഭയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. ആദിത്യൻ ഭാവഭേദമില്ലാതെ പറഞ്ഞു, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ എന്നെ പേരെടുത്ത് വിളിക്കണം. ആദിത്യൻ എന്ന് തന്നെ വിളിക്കണം. അനന്യ അത്ഭുതത്തോടെ നോക്കി. കാരണം അവൻ ക്രൂരമായി ചിരിച്ചു. ഈ 4 ചുവരുകൾക്കുള്ളിൽ നീ എൻ്റെ വേലക്കാരിയാണെങ്കിലും പുറത്തുള്ളവരുടെ മുന്നിൽ എൻ്റെ ഭാര്യയാണ്. എൻ്റെ സ്റ്റാറ്റസിന് കുറച്ചിലുണ്ടാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. അതുകൊണ്ട് ആളുകളുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുത്, മനസ്സിലായോ? അവൻ്റെ വാക്കുകൾ ക്രൂരതകൾക്കപ്പുറം തന്നെ ഭാര്യയെ മറ്റൊരുടെ മുന്നിലെങ്കിലും അവതരിപ്പിക്കാൻ അവൻ തയ്യാറാണല്ലോ എന്നോർത്ത് അനന്യയുടെ ചുണ്ടിൽ അറിയാതെ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ശരി, അവൾ പതുക്കെ പറഞ്ഞു. അവളുടെ മറുപടി കേട്ട് ആദിത്യൻ പുച്ഛത്തോടെ വീണ്ടും ലാപ്ടോപ്പിലേക്ക് തിരിഞ്ഞു. എന്നാൽ അനന്യയുടെ മനസ്സിൽ ആ കരിങ്കല്ല് പോലെയുള്ള ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു നന്മ ഉറവ പൊട്ടും എന്ന പ്രതീക്ഷയുടെ ആദ്യ വിത്ത് മുളപ്പൊട്ടുകയായിരുന്നു.